ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കല ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 0484423652. വടക്കാഞ്ചേരി നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ 100 പദ്ധതികളുടെ ടെൻഡറുകൾക്ക് അംഗീകാരം നൽകി കൗൺസിൽ യോഗം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മറ്റു പദ്ധതികൾക്ക് സാങ്കേതിക അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അംഗീകാരം നൽകും. ബുധനാഴ്ച 12 മണിയോടെയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം നടന്നത്. വടക്കാഞ്ചേരി നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ 100 പദ്ധതികളുടെ ടെൻഡറുകൾക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മറ്റു പദ്ധതികൾക്ക് സാങ്കേതിക അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അംഗീകാരം നൽകും. നഗരസഭയിലെ വിവിധ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി കരാറുകാരുടെ പ്രത്യേക യോഗം അടിയന്തരമായി ചേരുവാനും യോഗത്തിൽ തീരുമാനമായി. നഗരസഭ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരസമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീലാബി, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്തിനേയും കണ്ണടച്ച് എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് കൗൺസിൽ യോഗത്തിന് ശേഷം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. പത്രമാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്ന ആത്മവിശ്വാസമാണ് LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ യോഗത്തിൽ പ്രതിപാദിച്ച പോലെ ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് അവരെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇത്തവണ അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായില്ല. പ്രതിഷേധിച്ച് എനിക്ക് നിൽക്കുക എന്നുള്ളതാണ്, നിൽപ്പ് സമരം എന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തുടർന്ന് ഞങ്ങളത് ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് കണ്ടത്. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം പ്രതിഷേധിക്കുക, വാക്കൗട്ട് നടത്തുക എന്നുള്ളതാണ്. വടക്കാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വടക്കാഞ്ചേരിയിലെ 41 ഡിവിഷനിലും വാർഡ് സഭകൾ പൂർത്തീകരിച്ച് അത് UDF എന്നോ BJP എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശത്തും എല്ലാ വാർഡിലും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്ത് വലിയ പരാതിയില്ലാതെ തന്നെ ആളുകളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. മെമ്പർമാർ പറയുന്നു എൻ്റെ വാർഡിൽ, അല്ലെങ്കിൽ കൗൺസിലർമാർ പറയുന്നു എൻ്റെ വാർഡിൽ വേറെ പ്രവർത്തനങ്ങളൊന്നും പൂർത്തീകരിക്കാനില്ല എന്ന രീതിയിൽ ഇവിടെ പറയുന്ന അഭിപ്രായം പറയുന്ന കൗൺസിലർമാർ അതാത് ഡിവിഷൻ്റെ അകത്ത് അവിടെ അഭിപ്രായം പറയുകയാണ്. വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 10 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, MLAയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരറ്റമായ തെക്കൻകരയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഘട്ടം ഘട്ടമായി പാലത്തിൻ്റെയും സൈഡ് കെട്ടിൻ്റെയും കുളിക്കടവിൻ്റെയും മണ്ണ് അല്ലെങ്കിൽ പുഴ ആഴം കൂട്ടുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു എൻ്റെ നിന്ന് ആരംഭിക്കുകയാണ്. നമുക്ക് വേനൽക്കാലത്തോടു കൂടി തന്നെ അതിൻ്റെ ഗുണഫലം നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്തായി പാലത്തിൻ്റെ പണി അല്ലെങ്കിൽ എന്തായി പുഴയുടെ പണി എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ സ്ഥിതി ഉണ്ടാക്കുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.